ഹലോ നമസ്കാരം, ഞാൻ പ്രീത മേരി തോമസ്. വനിതാ സംരംഭകരായ നമ്മളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി പലപ്പോഴും നമ്മുടെ നമ്പറുകൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഷെയർ ചെയ്യാറുണ്ട്. എന്നാൽ ഈ നമ്പറൊക്കെ എടുത്ത് മിസ്യൂസ് ചെയ്ത് ആ കോളിൽ വിളിച്ചിട്ട് ഓർഡർ തരാനെന്ന വ്യാജേന ഒരുപാട് ആളുകൾക്ക് ധനനഷ്ടമുണ്ടായ കേസുകളെ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ പലയിടത്തും കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്ന ഒരു എക്സ്പീരിയൻസ്, ഇതേപോലെ തന്നെ വന്ന ഒരു കോളിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു നല്ല ഇംഗ്ലീഷ് നന്നായി ഫ്ലുവൻ്റായി സംസാരിക്കുന്ന ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് രാഹുൽ എന്ന പേരിലാണ്. ഇംഗ്ലീഷും മലയാളവും കൈകാര്യം ചെയ്യുന്ന, എന്നാൽ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല, ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരാളെ രാഹുലിനെ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പറഞ്ഞു എൻ്റെ വർക്കുകൾ കണ്ടിട്ടുണ്ട്, അയാൾക്ക് കുറച്ച് ജ്വല്ലറീസ് വേണമെന്ന് പറഞ്ഞു. അപ്പം പൊതുവേ അൺനോൺ നമ്പേഴ്സിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് ഞാൻ വളരെ അലേർട്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഫ്രോഡ് കേസുകൾ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം അവർ പറഞ്ഞു, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ്? ആദ്യം ചോദിച്ചു നമ്പർ എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു തിരുവനന്തപുരത്ത് എന്നിൽ നിന്ന് സ്ഥിരമായി വാങ്ങുന്ന ഒരു കസ്റ്റമർ കൊടുത്തതാണെന്ന് പറഞ്ഞു നമ്പർ. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് തിരുവനന്തപുരത്ത് ഒരു കസ്റ്റമറിന് ജ്വല്ലറി കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ കൊടുത്തതാകുമെന്ന് കരുതി ഞാൻ. അപ്പം ആ ആൾക്ക് എന്നിൽ അയാൾ ജെനുവിൻ ആണെന്ന് സ്ഥാപിക്കാൻ അങ്ങനെ സാധിച്ചു. സംഭാഷണം തുടർന്ന് അയാളുടെ ഞാൻ റിക്വയർമെൻറ്റ്സ് ചോദിച്ചു. ഞാൻ പ്രത്യേകം പറഞ്ഞു, ഞാൻ ഫോണിലൂടെ സംസാരിച്ച് പറയില്ല, ഇതെൻ്റെ ബിസിനസ് നമ്പറാണ്. നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തരാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഏത് ടൈപ്പിലുള്ള ജ്വല്ലറിയാണ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ വീണ്ടും എന്നെ ഫോണിൽ സംസാരിക്കാൻ നിർബന്ധിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് എന്തോ ഒരു സംശയം തോന്നി. അതിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്പം അങ്ങോട്ട് ചോദിച്ചു, റിക്വയർമെൻറ്റ്സ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു തുടങ്ങിയപ്പോൾ വളരെ മോശമായ ഒരു ലാംഗ്വേജ് അയാൾ എന്നോട് ഇങ്ങോട്ട് ഉപയോഗിച്ചു. പക്ഷേ വളരെ അലേർട്ടായിട്ടിരുന്നിട്ടും ഒരു കുറേ സമയത്തേക്ക് ഞാൻ അന്നേരം തന്നെ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഷോക്ക്ഡായിപ്പോയി ഞാൻ ആ ഒരു മൊമെൻറ്റിൽ. അപ്പോൾ ഞാൻ അന്നേരം ചോദിച്ചു, നമ്മൾ എത്ര ധൈര്യമുള്ള ആളുകളാണെങ്കിലും അൺനോൺ ആയിട്ടൊരാൾ നമ്മളെ കോള് വിളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ മോശമായ വർത്തമാനം പറയുന്ന സമയത്ത് നമ്മൾ എത്ര ഷോക്ക്ഡായി പോകുമെന്ന് ആ ഒരു മൊമെൻറ്റ് ഞാൻ റിയലൈസ് ചെയ്തു. അന്നേരം തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഇൻഫോം ചെയ്തു. നോക്കിയപ്പം അത് ട്രൂ കോളർ നോക്കിയപ്പോൾ ഓൾറെഡി അതിൽ ഒരുപാട് സ്പാം കോൾസ് അതേ സെയിം നമ്പറിൽ തന്നെ പോയിട്ടുണ്ട്. സൈബർ സെല്ലിൽ അത് നമ്മൾ നമ്പർ ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ അതുപോലെ തന്നെ സമാനമായിട്ട് ഇതേപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഒരു ഞങ്ങൾ അറിയാവുന്ന ഒരു സംരംഭക പെൺകുട്ടി ഇതുപോലെ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതുപോലെ തന്നെ അബദ്ധം വരുന്ന ഒരുപാട് ആളുകൾ കാണും, അപ്പം അവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ എനിക്കൊരു കോൾ വന്നതാണ്. ഈയിടെ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നു. മുമ്പുള്ള അനുഭവം ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അൺനോൺ നമ്പറിൽ ആ കോള് ട്രൂ കോളറിൽ കാണിച്ചൊരു നോർത്ത് ഇന്ത്യൻ പേരായിരുന്നു കൊടുത്തിരുന്നത്. ഡോക്ടറൊന്നും മുമ്പുണ്ടായിരുന്നു. ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. ഉടനെ തന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നു, അവർക്ക് ഇത്ര ക്വാണ്ടിറ്റി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണം, കേക്കിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഇടാൻ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പ്രൊഫൈലിൽ പോയി നോക്കുമ്പം AI ക്രിയേറ്റ് ചെയ്ത ഒരു പിക്ചറായിരുന്നു അത്. ഒരു ഡോക്ടറുടെ ഒരു പടമൊക്കെ വെച്ചിട്ട് ഇട്ടിരിക്കുന്നതാണ്. അത് ഒരു ഫേക്കായിട്ടുള്ള പ്രൊഫൈലാണെന്ന് അന്നേരം തന്നെ മനസ്സിലായി. അതിലൊന്നും സ്പാം കോൾസ് പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം ഞാനത് മെസ്സേജ് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം നമ്മളെ എല്ലാ സംരംഭകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നമ്പറുകളൊക്കെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. അൺനോൺ നമ്പേഴ്സിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് വളരെ അലേർട്ടായിരിക്കണം നമ്മൾ. പലപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് നമുക്കറിയാത്ത നമ്പറുകളിൽ നിന്ന് കോളുകൾ സ്വീകരിക്കേണ്ടി വരും. പലയിടത്തുനിന്നും നമ്മുടെ നമ്പർ കണ്ടിട്ട് നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾ കൊണ്ട് നമ്മളെ ആളുകൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കോളും നമുക്ക് റിജക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും പൈസ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്തും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്ന സമയത്തും വളരെ ജെനുവിൻ ആയിട്ടുള്ള ആളുകളാണെന്ന് എൻഷുർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ സംസാരം മുന്നോട്ട് കൊണ്ടുപോകൂ. അതുകൊണ്ട് എന്നെപ്പോലെ തന്നെയുള്ള എല്ലാ സംരംഭകൾക്കും ഇത് ഒരു അലേർട്ടായിരിക്കട്ടെ. സമാനമായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉള്ളവർക്ക് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.